ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം ജയിലിലായിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വേദയുടെ ആ ഒരു സാക്ഷി പറച്ചിലിൽ മാത്രമായിരിക്കും കേട്ടോ വിക്രമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം മറ്റാരും തന്നെ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല. വേദയായിരിക്കും കേട്ടോ ഒറ്റ സാക്ഷി പറഞ്ഞിരിക്കുന്ന വേദ മാത്രമായിരിക്കുമേ. അങ്ങനെ MLA ആണെങ്കിൽ വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ഒരിക്കലും മൊഴി മാറ്റരുത്, കുടുംബവും കാര്യങ്ങളും ഒക്കെ ശരിയാണ്, പക്ഷേ സത്യത്തിന് മുൻപിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വേദേനെ ഒന്ന് എരിവ് കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയും തീരുമാനിക്കാണ് കേട്ടോ, താൻ കണ്ട കാര്യങ്ങൾ എന്തായാലും അത് ഉറച്ച തീരുമാനത്തോടുകൂടി തനിക്ക് പറയണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന വേദയാണെങ്കിൽ കമലാമ്മയുടെ അപ്രതീക്ഷിതമായ ആ ഒരു മാറ്റം കണ്ട് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. വേദ ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയായിരുന്നു. തൻ്റെ മകനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ട് തന്നെ വേദയോട് എങ്ങനെയായിരിക്കും പ്രതികരണമെന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ വേദ ആ വീട്ടിൽ വന്നതിന് ശേഷം ഇന്നേവരെ കമലാമ്മ ഇങ്ങനെ ഒരു രീതിയിൽ പെരുമാറാത്തത് കൊണ്ട് തന്നെ വേദയ്ക്കത് ഒരുപാട് സങ്കടമാകാണ് കേട്ടോ. വേദ ഈശ്വരനോടൊക്കെ കരഞ്ഞു പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും എനിക്കെതിരെ തിരിയാണ്. നന്ദിനിയേട്ടത്തിയാണെങ്കിലും ആ ആവശ്യത്തിന് പാര വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രീജ പിന്നെ പാത്തും പതുങ്ങിയാണെങ്കിലും വേദയോടൊന്ന് സഹതാപമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കമലാമ്മ ഊണുമില്ല ഉറക്കവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, നീ ഇനി എൻ്റെ ആരുമല്ല, നീ എൻ്റെ മരുമകളുമല്ല, മകളുമല്ല, എൻ്റെ ഭർത്താവ് പോലും നിന്നെ ഈ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാ നിന്നെ സ്വീകരിച്ച് കയറ്റിയത്. അന്നു മുതൽ ഇന്നേ വരെ എൻ്റെ പൊന്നു മോളായിട്ടാണ് നിന്നെ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടി വന്നവളാ നീ. ഓരോ പ്രാവശ്യം ജയിലിലാകുമ്പോഴും അവനെ രക്ഷിക്കാൻ നിന്നവളാ നീ. അവസാന നിമിഷം നീ എല്ലാം കൊണ്ട് തൊലച്ചില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് വേദ പറയുന്നുണ്ട്, അമ്മയെ ഞാൻ കണ്ട കാര്യമല്ലേ പറഞ്ഞത്, സത്യത്തിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. നീ കാരണം എൻ്റെ മോന് തൂക്കുകയറാണോ ജയിൽവാസമാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും എൻ്റെ ശാപം നിനക്കുണ്ട്. നീ ഒരിക്കലും ഗതി പിടിക്കില്ല, നീ നശിച്ചു തന്നെ പോകും എന്നൊക്കെ പറഞ്ഞ് വേദനെ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ മുറിവേൽപ്പിക്കാൻ കേട്ടോ. ഇതൊക്കെ കേട്ട് വേദ ആകെ പൊട്ടി കരയാണ്. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും എന്നാൽ മാഷാണെങ്കിൽ നമ്മുടെ വേദയ്ക്ക് സപ്പോർട്ടാണ്. വേദ ചെന്നിട്ട് മാഷിനോട് പറയുന്നുണ്ട്, അച്ഛാ ഇപ്പോൾ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞു, ഞാൻ ഈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല, സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടിയവനാ ഈ ഞാൻ എൻ്റെ കുട്ടികളെയും അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്നോടും ഞാൻ അതേ പറയുള്ളൂ മോളെ. നീ കണ്ട കാഴ്ച, നീ കണ്ട സത്യം അത് നീ തുറന്നടിച്ച് പറയണം. അവിടെ ബന്ധവും സ്വന്തവും ഒന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് വേദയ്ക്ക് ഈ ഒരു വാക്കുകൾ ചെറിയൊരു ആശ്വാസമാകുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ കമലാമ്മനെ നിർബന്ധിക്കുമ്പോൾ എന്തായാലും കമലാമ്മ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. എൻ്റെ മോൻ അവിടെ ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. അവനുണ്ട് പോലും കാണത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ കരയുമ്പോൾ ഉടനെ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, ഇപ്പോൾ ജയിലിലൊക്കെ ആണെങ്കിൽ നല്ല ഫുഡാണെന്നൊക്കെയാണ് പറയുന്നത്, അമ്മ വിഷമിക്കേണ്ട അമ്മേ, അമ്മ കഴിച്ചു എന്ന് പറയുമ്പോൾ വിനായകൻ ഒരു നോട്ടം നോക്കുകയാണ്. പെട്ടെന്ന് നന്ദിനി വിട്ടാതിരിക്കും മനുഷ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ കമലാമ്മ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ശ്രീജ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ, അമ്മ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാവണേ, ഇത്തിരി ആഹാരം കഴിക്കാമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാഷും പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കമലാമ്മ ഒരു ഗ്ലാസ് വെള്ളമോ പാലോ മറ്റോ കുടിക്കുകയാണ് കേട്ടോ. ശേഷം വേദയ്ക്ക് ശ്രീജ ആഹാരം എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കിനും ആഹാരം പിടിച്ചു മേടിച്ചിട്ട് എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയവൾ, എൻ്റെ മോനെ ജയിലിലാക്കാൻ നോക്കിയവൾക്കൊന്നും ഇവിടെ ആഹാരമില്ല എന്ന് പറഞ്ഞിട്ട് ആഹാരം എടുത്തുകൊണ്ട് കളയാണ്. ഈ സമയത്ത് മാഷ് വന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ എനിക്കും ആഹാരം വേണ്ട, അവൾക്കില്ലാത്ത ആഹാരം എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് മാഷ് ഇവിടെ കഴിക്കാതിരിക്കാൻ കേട്ടോ. ഉടനെ കമലാമ്മ നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ അങ്ങനെ മുകളിലേക്ക് കയറി പോകാൻ കേട്ടോ. ഈ സമയത്ത് രാത്രി എല്ലാവരും ഉറങ്ങിക്കാണുവേ. വേദയാണെങ്കിൽ അവിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കട്ടിലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. കട്ടിലെ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീജ ഒരു ഗ്ലാസ് പാലുമായിട്ട് അവിടേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, വേദേ എല്ലാവരും കഴിച്ചു, ഇനി നീ മാത്രമേ ഉള്ളൂ, എനിക്ക് നീ പട്ടിണി കിടക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്ലാസ് പാലെങ്കിലും നീ കുടിക്കുക എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുക്കാൻ കേട്ടോ. വേദ പറയുന്നുണ്ട്, ഏട്ടത്തിയുടെ ഈ ഒരു മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാല് മേടിച്ച് കുടിക്കുകയാണേ. എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നാളും നീ വിക്രമിൻ്റെ സ്നേഹത്തിന് വേണ്ടി അലയുകയല്ലായിരുന്നു, ഈ ഒരു അവസരത്തിൽ വിക്രമിനെ നീ കാട്ടിക്കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കുകയല്ലേ ചെയ്യുള്ളൂ, ഇതിപ്പോൾ നിങ്ങളുടെ ബന്ധം ശിഥിലമായി പോകാൻ ഒരു കാരണമാവില്ലേ എന്നൊക്കെ പറയാനുണ്ടോ. നാളെ നീ എനിക്ക് കോടതിയിൽ ഈ മൊഴിയൊന്ന് മാറ്റി പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോഴത്തേനും വേദ പറയുന്നുണ്ട്, ഞാൻ കണ്ട കാര്യം എങ്ങനെയായിട്ടത്തി മാറ്റി പറയുന്നത്, പിന്നെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാനുണ്ട്. ആ പയ്യൻ്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, ആ പയ്യനോട് ഞാൻ ചെയ്യുന്ന ചതിയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രീജേട്ടൻ
ശ്രീജേട്ടത്തി പറയുന്നുണ്ട്, എന്നാലും നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ കുടുംബമല്ലേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും നിന്നെ പോലെ തന്നെ എൻ്റെ മകളെ വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വേദ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ തമ്മിലുള്ള ഒരു സംസാരങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് മൊഴിമാറ്റി പറഞ്ഞൂടെ നിനക്ക്, എനിക്ക് വിക്രമിനും അവനും എൻ്റെ അനിയനെ പോലെ നീയും അവനും ഒക്കെ എനിക്ക് വേണം. പക്ഷെ അവന് നാളെ കോടതി വിധി എന്താണെന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാണ് എന്നൊക്കെ ശ്രീജേട്ടത്തി പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഒരിക്കലും ഏട്ടത്തി പേടിക്കേണ്ട, എല്ലാം നല്ലതിനാണ്, അതുമാത്രം ഏട്ടത്തി മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ശേഷം ശ്രീജ അങ്ങനെ താഴേക്ക് പോകുകയാണേ. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും വെള്ളം എടുക്കാൻ വേണ്ടി വേദ വരുമ്പോഴത്തേക്കിനും കമലാമ്മയാണെങ്കിൽ അവിടെ ഹാളിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. മാഷ് അവിടെ പുതപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മാഷിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ നല്ല ഉറക്കം പിടിച്ചല്ലേ, ഇന്ന് ഒരുപാട് കരഞ്ഞതൊക്കെയല്ലേ, മനസ്സാകെ തളർന്നു പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, മകൻ എന്നുള്ള ചിന്തയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ മകൻ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മോളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ വെള്ളം എടുക്കാൻ വന്ന മോള് പട്ടിണിയല്ലേ, അല്ലച്ച ശ്രീജേട്ടത്തി എനിക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ട് തന്നിരുന്നു, അതും മതി എനിക്ക് വിശപ്പടക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേദ വെള്ളം എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി പോകുകയാണ് കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അങ്ങനെ കോടതി ചെല്ലേണ്ട ദിവസമൊക്കെയാണ് കേട്ടോ. ഇതേ സമയത്ത് MLA ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് SIനെ കണ്ടിട്ട് പറയുന്നുണ്ട്, എടോ ആ വേദയാണെങ്കിൽ ഇനി മുഴുവല്ലോ മാറ്റി പറയുമ്പോൾ, ഹേയ് ഇല്ല സാറ് അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ മോളവള്, അവളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ അന്വേഷിച്ചതാ, നല്ല തൻ്റെടി അവൾ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ട് മാറ്റി പറയില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, അവളുടെ ഭർത്താവല്ലേ, ഒരവസരത്തിൽ അവൾക്ക് ഒരു അനുകമ്പ തോന്നിയാലും ഇപ്പോഴാണെങ്കിലും അവൾ കുടുംബത്തിലല്ലേ ഉള്ളത്, അവൾ കൂട്ടും കുടുംബവും ഒക്കെ ആയിട്ട് നിൽക്കുന്നവളല്ലേ, അതുകൊണ്ട് മനസ്സൊന്ന് ചഞ്ചലപ്പെടതില്ലെന്ന് എന്താ ഉറപ്പുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് സാറ് ഭയപ്പെടേണ്ട, എല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ നടക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ MLA പറയുന്നുണ്ട്, ആ വിക്രമിന് കുറേ ഗുണ്ടകൾ കൂട്ടുകാരില്ലേ, പിന്നെ ആ ശ്രീനിവാസൻ, അങ്ങനെ കുറേ എണ്ണങ്ങൾ, അതൊന്നും വേണ്ട, അവൻ്റെ വീട്ടിലുള്ളവർ തന്നെ വിക്രമിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇല്ലേ, അവരെങ്ങാനും ഈ വേദന എന്തെങ്കിലും ചെയ്യുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്, അങ്ങനെ വേദ നാളെ സാക്ഷി പറയാൻ എത്തില്ലെങ്കിൽ കേസെല്ലാം അവിടെ കൊണ്ട് അവസാനിക്കുവേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട്, സാർ അങ്ങനെയൊന്നും ഓർക്കണ്ട, വേദ നേരിട്ട് ചെന്ന സാക്ഷി പറഞ്ഞിരിക്കുന്നത്, ആ സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അതൊന്നും ഓർത്ത് സാറ് പേടിക്കേണ്ട. എങ്കിലും കോടതിയിൽ വന്ന് സാക്ഷി പറയേണ്ട ആൾ കോടതിയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും വേണം. ഞാൻ എൻ്റെ ആളുകളെ അവിടെ പ്രൊട്ടക്ഷൻ ഇട്ടാൽ അത് നാട്ടുകാർ കാണുമ്പോൾ അത് വേറെ രീതിയിൽ ചിന്തിക്കും, പക്ഷേ പോലീസുകാർ നിങ്ങളാരെങ്കിലും അവിടെ പ്രൊട്ടക്ഷന് ചെല്ലുകയാണെങ്കിൽ പിന്നെ എല്ലാം സുഗമമായി നടക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് പോലീസുകാരൻ എങ്കിൽ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 2-3 പോലീസുകാരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വീട്ടിൽ ചെന്നിട്ട് അർദ്ധരാത്രി ആയി കാണും കേട്ടോ. ആ സമയത്ത് അങ്ങനെ പോലീസുകാരും കാവലിൽ നിൽക്കാൻ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മുടെ വേദയും മാഷും ഒക്കെ അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ. വേദ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ചോദിച്ചു എനിക്ക് പ്രൊട്ടക്ഷൻ, അതോ കോടതി പറഞ്ഞു എനിക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്ന്, അങ്ങനെ ഒരു ഓർഡറും ഇല്ലാതെ ഇവിടെ വന്ന് ഒന്നും ചെയ്യാനാവില്ല, ആ ഓർഡർ ഇങ്ങി കാണിക്കുക എന്ന് പറയുമ്പോൾ പോലീസുകാരിൽ നിന്ന് പതുങ്ങാണ് കേട്ടോ. ആ സമയത്ത് മേഡം ഞങ്ങൾ മേഡത്തിൻ്റെ സേഫ്റ്റിക്ക് എനിക്ക് സേഫ്റ്റി വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നിൽക്കുന്നത് ഈ വീട്ടിലാണ്, ഇതെൻ്റെ കുടുംബമാണ്, എനിക്ക് ഈ ഒരു കുടുംബമേ ഉള്ളൂ, എനിക്ക് ഈ ഒരു വീടേ ഉള്ളൂ, എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, അതോർത്ത് ആരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് വേദ ആ പോലീസുകാരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നതാണെങ്കിൽ രാത്രിയാകുമ്പോഴേക്കും അവിടേക്ക് വരികയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തും ഭാര്യയും കൂടെ. അങ്ങനെ നമ്മുടെ വേദന തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും കേട്ടോ പറഞ്ഞത്. ഇതെല്ലാം ഉപേക്ഷിച്ച് നീ വീട്ടിലേക്ക് വാ, നാളെ നീ കോടതിയിൽ പോകണ്ടെന്ന് ഇവർ തീരുമാനിക്കുകയായിരിക്കും, അതുകൊണ്ട് നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, നിൻ്റെ സ്നേഹത്തിന് ഒരുപാട് നന്ദി, ഞാൻ എവിടേക്കും പറഞ്ഞില്ല, ഇതെൻ്റെ വീടാണ്, ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഇനി ഈ വീട്ടിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ വേദ നിൽക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് വർഷയും പിന്നെ നാണം കെട്ട് തോലിയുരിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരാണെങ്കിൽ പ്ലാൻ ചെയ്യാൻ കേട്ടോ വേദനെ തട്ടിക്കൊണ്ടുപോയാലോ, അപ്പോൾ വേദ സാക്ഷി പറയാൻ എത്തില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വിക്രമിനോട് ചെന്ന് ജയിലിൽ പോയി കണ്ട ഈ കാര്യങ്ങൾ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നീയൊക്കെ എന്തായി പറയുന്നത്, അങ്ങനെ എങ്ങാനും തട്ടിക്കൊണ്ടുപോയാൽ അതും എൻ്റെ മേലിലാവും, പിന്നെ 7-8 വർഷം കൂടുതൽ എനിക്ക് കിട്ടും, അത് മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒരുവിധ ബുദ്ധിമുട്ടുമില്ല, എല്ലാവരും സന്തോഷത്തോടെ പുറത്ത് ജീവിച്ചോട്ടെ, ഞാൻ കാരണം ആരുടെ ജീവിതം നശിക്കേണ്ട, എൻ്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ ഇറക്കാനും ഒന്നിനും നിങ്ങൾ വരണ്ട, കേസിൻ്റെ വഴി തന്നെ നടക്കട്ടെ,
ന്യായത്തിൻ്റെ പക്ഷത്ത് തന്നെ ഈശ്വരൻ എനിക്ക് എന്തെങ്കിലും കരുതി വെച്ചിരിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് വേദന തട്ടിക്കൊണ്ട് പോകാൻ അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊക്കെ മാറ്റിക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട് എന്നാൽ വേദയോട് ചെന്ന് ഞങ്ങൾ സത്യങ്ങൾ പറയട്ടെ, അതായത് നീ എന്തിനാണ് അവനെ തല്ലിയതെന്ന് പറയട്ടെ പ്ലീസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ, ആരും ഈ കാര്യങ്ങളൊന്നും അറിയണ്ട, പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ആരോടും ഒന്നും പുറത്ത് പറയണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ അവരങ്ങനെ പോകുകയാണ്. അങ്ങനെ ശ്രീനിവാസനോട് ചെന്നിട്ടും ഇവർ പറയുന്നുണ്ട് നമുക്ക് വേദന തട്ടിക്കൊണ്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തമിഴിലാണെങ്കിൽ തട്ടിക്കൊണ്ട് പോകണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ മലയാളത്തിൽ പ്രോമോയിൽ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയില്ല, കാരണം തമിഴിൽ അങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ തമിഴിനെ ബേസ് ചെയ്തുള്ള സ്റ്റോറി കേട്ടോ പറയുന്നത്. അങ്ങനെ പിന്നീട് കോടതിയിലേക്ക് ചെല്ലാൻ കേട്ടോ. കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രതിഭാഗം വക്കീൽ, അതായത് ദർശനായിരിക്കും കേട്ടോ നമ്മുടെ വിക്രമിന് വേണ്ടി വാദിക്കാൻ എത്തിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ വേദയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാൻ കേട്ടോ. എങ്ങനെയാണ് ഇടിച്ചതെന്നും ചതച്ചതെന്നും എങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ വേദ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ഈ സമയത്ത് ദർശനാണെങ്കിൽ മാറി മാറി ചോദിക്കുന്നുണ്ട്, എല്ലാത്തിനും തക്ക മറുപടികൾ തന്നെ നമ്മുടെ വേദ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം വേദയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, വിക്രം തല്ലി ചതയ്ക്കുന്നത് കണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഈ MLAയുടെ മകനെ തന്നെ ആയിരുന്നല്ലോ, അത് വ്യക്തമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എനിക്ക് വ്യക്തമല്ല, കാരണം മുഖമെല്ലാം വികൃതമായിരുന്നല്ലോ, തല്ലി ചതച്ച് ഒരു പരിവാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദർശൻ പറഞ്ഞിട്ടുണ്ട് ആണ് ഇത് തന്നെ കേട്ടില്ലേ, ആ പയ്യനെയാണ് വിക്രം തല്ലി ചതച്ചതെന്ന് യാതൊരുവിധ തെളിവില്ല, ആ ഒരു സാക്ഷിയുമില്ല, ഇദ്ദേഹം ഈ പെൺകുട്ടി പോലും കണ്ടു എന്ന് പറയുന്നത് വിക്രം തല്ലുന്നതാണ്, ആരെയാ തല്ലുന്നതെന്ന് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെളിവ് എവിടേക്ക് സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ. ആ തെളിവ് മറ്റൊന്നുമല്ല, ആ വരുണിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. വരുൺ പറയുന്നുണ്ട് എന്നെ തല്ലി ചതച്ചത് വിക്രമല്ല, മറ്റൊരാളാണ്, എൻ്റെ ഒരു ശത്രുവാണ്, ഞാനും അവനും കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ അടിയുണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ പ്രതികാരം തീർത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ കാണിക്കാൻ കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. കമലാമ്മയാണെങ്കിൽ വിളർന്ന കണ്ണുകളോടെ നിൽക്കുന്ന കമലാമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി വരികയാണ് കേട്ടോ. കാരണം തൻ്റെ മകൻ പുറത്തു വരും എന്നുള്ളൊരു നേരിയ ഒരു വിശ്വാസം കമലാമ്മയ്ക്ക് ഉണ്ടാവുകയാണ് കേട്ടോ. ഈ സമയത്ത് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അവിടെ MLA ആണെങ്കിൽ ദേഷ്യം വന്ന് ഇങ്ങനെ കലിയിളകി നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കോടതി പിന്നെ നമ്മുടെ വിക്രമിന് അനുകൂലമായിട്ട് നിൽക്കണം, അതായത് വിക്രം തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതി പിരിയുന്ന സമയത്ത് വിക്രമിനെ ഓടിച്ചെന്ന് വിക്രമിൻ്റെ കൂട്ടുകാരെല്ലാം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കമലാമ്മയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വേദ അവിടെ നിൽക്കുമ്പോൾ കമലാമ്മ എല്ലാവരുടെ മുൻപിൽ വെച്ച് പറയുന്നുണ്ട്, ഇവള് കണ്ടോ എൻ്റെ മോനെ ജയിലിലാക്കാൻ നോക്കിയതാ, നീതിയും നേർമയും നന്മയും ഒക്കെ ഉള്ളൊരു മഹതി സ്വന്തം ഭർത്താവിനെ കാട്ടിക്കൊടുത്തിട്ട് വേണം അവൾക്ക് അവളുടെ ന്യായം സംരക്ഷിക്കാൻ, നന്മ സംരക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേദന എല്ലാവരുടെ മുൻപിൽ അപമാനിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തായിരിക്കും ദർശൻ അവിടേക്ക് പറഞ്ഞത്. ദർശൻ വരുമ്പോൾ ഓടിച്ചെന്ന് കമലാമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ രക്ഷിച്ച് ഒരുപാട് നന്ദിയുണ്ട് സാറ് എന്നൊക്കെ പറഞ്ഞ് ദർശനെ ഇങ്ങനെ പോയി ദർശൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈകുപ്പിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ദർശൻ്റെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ദർശൻ പറയുന്നുണ്ട് എനിക്കെല്ലാം നന്ദി പറയേണ്ടത് നിങ്ങളുടെ മരുമകൾക്കാണ്. മരുമകൾക്കോ? അവളെൻ്റെ മോനെ കൊടുക്കാൻ നോക്കിയവളാ, അവളിനി എൻ്റെ മരുമകളുമല്ല മകളുമല്ല ആരുമല്ല, ഞാൻ അവളുമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ദർശൻ പറയണം അങ്ങനെയൊന്നും പറയല്ലേ കമലാമ്മേ, ആ വേദയുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മകൻ ഇറങ്ങിയത്. ആ വരുൺ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം തന്നെ വേദയാണ്. ഇന്ന് വേദ സാക്ഷി പറഞ്ഞില്ലായിരുന്നെങ്കിൽ വിക്രം അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. വിക്രമിനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ MLAയും അവൻ്റെ കൂട്ടാളികളെല്ലാം കൂടെ വിക്രമിനെ ഇന്ന് കൊന്നേനെ. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വേദയുടെ മാസ്റ്റർ പ്ലാനിങ്ങും ഒക്കെ ആയിരുന്നു ഇത്. വേദയ്ക്ക് എന്തായാലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു വിക്രം ഒരാളെ കാര്യമില്ലാതെ കാര്യത്തിന് തല്ലില്ല എന്ന്. ആ ഒരു വിശ്വാസം തന്നെ വേദനെ രക്ഷിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വരുണിനെ പോയി കാണുകയും വരുണിൻ്റെ പഴയ കേസുകളെല്ലാം കുത്തിപ്പൊക്കുമെന്ന് പറയുകയും അതുപോലെ തന്നെ വരുൺ ഇപ്പോൾ ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് അവിടെ കിടത്തിയേക്കുന്ന കാര്യമൊക്കെ തന്നെ പുറം ലോകത്തോട് പറയും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് വരുണ ഇങ്ങനൊരു തെളിവ് തന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കമലാമ്മയാണെങ്കിൽ കലങ്ങിയ കണ്ണുകളോടെ അങ്ങനെ വേദനെ നോക്കുകയാണ്. വേദയാണെങ്കിൽ എല്ലാവരുടെ മുൻപിൽ ഒരു ചെറു പുഞ്ചിരിയോടെ അങ്ങനെ നിൽക്കാൻ കേട്ടോ. വേദയും നമ്മുടെ കമലാമ്മ ഓടിച്ചെല്ലുന്നുണ്ട് കേട്ടോ വേദയോട്, മോളെ നിന്നെ അറിയാൻ നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ആ ഒരു സന്ദർഭത്തിൽ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ, കാരണം എൻ്റെ മോൻ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ ഭയമായിരുന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞ വേദയോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തമിഴിലാണെങ്കിൽ ഈ ഒരു സത്യങ്ങൾ കമലാമ്മയൊന്നും ആദ്യം അറിയുന്നില്ല. അങ്ങനെ ആ ഒരു കഥ കുറേ നാൾ പോകുകയാണ് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വേദയാണെങ്കിൽ വിക്രമിന് വേണ്ടിയിട്ട് പോരാടുകയാണെന്ന് എളുപ്പം തന്നെ എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യണേ.